കരയണ്ട കരയണ്ട ശരിയാ കരയണ്ട കേട്ടാ കരയണ്ട മണിക്കൂറുകളായി ഹൈവേക്കാരെ വിളിച്ചിട്ട് മണിക്കൂറുകളായി രാവിലെ 6 മണിക്ക് മുതൽ വിളിക്കണേ ഹൈവേക്കാരെ അവരും വരുന്നില്ല ആരും വരുന്നില്ല. നമസ്കാരം, രാഹുൽ വാണിയമ്പാറയാണ് പ്രിയ സുഹൃത്തുക്കളെ. ദേശീയപാതയിൽ കാന പണിയാൻ ആരംഭിച്ചത് മൂലം വേണ്ടത്ര എന്താ പറയുക ശാശ്വതമായ ഒരു പരിഹാരങ്ങൾ കാണാതെ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു താത്തയുടെ വീട്ടിൽ മുഴുവനായിട്ട് വെള്ളം കയറി വീട്ടിലെ സാധനങ്ങളൊക്കെ നശിച്ചിരിക്കുകയാണ്. അതുപോലെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. വാണിയമ്പാറയിൽ അമ്പലത്ത് വീട്ടിൽ ദിത്തു താത്തയുടെ വീട്ടിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടത്ര നല്ല രീതിയിൽ നടത്താത്തത് മൂലമാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ജനങ്ങളെല്ലാം ശക്തമായ പ്രതിഷേധത്തിലാണ്. അതുപോലെ തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. എത്രയും പെട്ടെന്ന് ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് വിട്ടുകൊണ്ട് അവർക്ക് അതിൻ്റേതായ സുരക്ഷിതം ഉറപ്പിക്കണമെന്നാണ് ആളുകളുടെ ആവശ്യം. എന്തായാലും നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം. എപ്പോഴാണ് വെള്ളം അതേപോലെ കയറിയത്? ഞാൻ എന്താ പറയണത്, വെള്ളം കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്രാവശ്യം ഈ മണ്ണ് കൊണ്ട് ഇവിടെ കൂട്ടിയില്ലേ, ആ ഓവ് അടച്ചു വെച്ചു. ഇവിടെ ഒരു ഓവ് ഉണ്ടായിരുന്നാണ്. ആ ഓവിനെ അവിടുന്ന് ചാല് കയറിയപ്പോ ആ മണ്ണിലൊക്കെ ഇട്ടിട്ട് ഓവിനെ അടച്ചു വെച്ചു ചെയ്തിരിക്കുന്നു. മിനിഞ്ഞാന്നല്ല, ഇന്നലെ ഞാൻ ആ വാണിയമ്പാറ ആസ്പത്രിക്ക് പോയേക്കായിരുന്നു. ആ നേരത്തായിരുന്നു ഇപ്പോഴത്തെ സംഭവം. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ വിവരം പറഞ്ഞിരുന്നു. വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയാ? മൊത്തം വെള്ളമാണ്. ഇപ്പൊ മോമാക്കൊന്ന് കയറിപ്പോ കണ്ടില്ലേ, ആ റൂമിൽ നിന്ന് ഞാനിങ്ങോട്ട് അടിച്ചിട്ട് തള്ളി വിട്ടു. ഇപ്പൊ കുറഞ്ഞതാണ്. അടുക്കളയിൽ മുറ്റുണ്ട്. തുടങ്ങി ഈ താത്താന്റെ വീട് ആകെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അവരാകെ ജനങ്ങളെ ദ്രോഹിക്കാനല്ലാണ്ട് ഒരു പണിയും തീർക്കണില്ല. ഇവിടെ ഒരു പണിയും തീർന്നില്ല. ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്ക് അപ്പറേറ്റും വന്ന് അവിടെയും വെള്ളം എത്തും. ആ വീടുകളും വെള്ളം അറിയാം. ആകെ ദ്രോഹമായിട്ടിരിക്കുകയാണ് ഇവിടെ. എപ്പോഴും എല്ലാ സമയത്തും അത് ഒരു പണിയും ഇവർ തീർക്കണില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അതാണ് ബുദ്ധിമുട്ട് വരിക. അത് എത്രയും വേഗം അത് പരിഹരിച്ച് നമുക്ക് നല്ല രീതിയിലാക്കി കിട്ടണം. അതാണ് പറയാനുള്ളത്. കരയണ്ട കരയണ്ട ശരിയാ കരയണ്ട കേട്ടാ കരയണ്ട മണിക്കൂറുകളായി ഹൈവേക്കാരെ വിളിച്ചിട്ട് മണിക്കൂറുകളായി രാവിലെ 6 മണിക്ക് മുതൽ വിളിക്കണേ ഹൈവേക്കാരെ അവരും വരുന്നില്ല ആരും വരുന്നില്ല. ഒരാളോ ഇവിടെ വയ്യാത്ത ഒരാളാണ്. ഓക്സിജൻ വെച്ച് കിടക്കുന്ന ആളാണ്. 5 മണി തുടങ്ങി ഇവിടെ നിൽക്കണാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഈ വിഷമം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടും കയറാൻ പറ്റില്ല ഇങ്ങോട്ടും കയറാൻ പറ്റില്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ട് നിൽക്കണം. അതെ, ഉദ്യോഗസ്ഥന്മാരെ കണ്ണു തുറക്കേണ്ടതാണ്. കാരണം എല്ലാ വർഷവും ഇതുപോലെ ഈ പാവം ശ്വാസം മുട്ടും രോഗങ്ങളുമായിട്ട് ഈ വെള്ളത്തിൽ നിന്ന് കടക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നിട്ട് ഇന്ന് വരെ ഇതിനൊരു തീരുമാനമോ ഒരു പോം വഴിയോ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും അവരുടെ കെടുകാര്യസ്ഥിതിയാണ് ഈ കാണുന്നത്. എങ്ങനെയെങ്കിലും ഈ പാവത്തിനെ ഇതിൽ നിന്നൊരു മോചനം കൊടുക്കുക. അതിന് ശ്വാസം മുട്ട് അതിനില്ലാത്ത രോഗവുമില്ല. ഒരു അത്യാസന്ന നിലയിലായി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ തന്നെ ഇതിന് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ വള്ളം പിടിക്കേണ്ട കണ്ടീഷനാണ്. പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈവേക്കാരെ 6 മണി മുതൽ വിളിക്കണതാണ്. വേണ്ടപ്പെട്ട മെമ്പർ വിളിച്ചു തുടങ്ങി, ഞങ്ങൾ വിളിച്ചു. ആരും ഇതുവരെ ഈ സമയമായി. ഇതെല്ലാ കൊല്ലവും ഞങ്ങൾ വന്ന് ഇത് ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഈ പ്രാവശ്യം ഇന്നലെ വന്നിട്ട് അവർ ഈ ചാലെടുത്തിട്ട് പോയതാണ്. ഈ കാണിച്ചിരിക്കും ഇവിടെ വന്ന് കണ്ടാലേ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ എല്ലാവർക്കും. ഇതിന് എത്രയും പെട്ടെന്ന് അതിന് എന്താ വേണ്ട വെച്ച് ചെയ്തു കൊടുക്കുക. അധികാരപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുന്നത് മാത്രമേ ഞങ്ങൾ പറയാവുള്ളൂ. ഇന്നലെ എത്ര മണി മുതലാണ് ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു? ഇന്നലത്തെ ഒറ്റ മഴയത്തെ വെള്ളമാണിത്. ഇന്നലത്തെ ഒറ്റ മഴ. ഇന്ന് പകലോ ഇനി രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ പുറത്തിറക്കുന്നു പോലും അറിയില്ല ഞങ്ങൾക്ക്. ജനങ്ങളെ ദുരിതത്തിലാക്കുക എന്ന കാര്യത്തിൽ എന്താ പറയുക, വീണ്ടും നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ദുരിതത്തിലാക്കുകയാണ്. അതെ, ഞങ്ങളൊക്കെ അത് വെള്ളത്തിൽ കൂടെയാണ് നടന്നു പോകുന്നത്. മുട്ടോളം വെള്ളം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ താത്തയുടെ ഒരു ദുരിതം കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ പ്രതിഷേധവും എല്ലാവരും കൂടി ഒത്തു വരുമ്പോൾ അതിലെ വെള്ളം വെട്ടിവിട്ട് ഇവർ പോകും. അതായത് ഈ നാടിൻ്റെ ഒരു ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിർമ്മാണ രീതി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വീണ്ടും ഇതേപോലെ തന്നെയാണ് നിർമ്മാണ രീതികൾ തുടങ്ങുന്നത്. അടിപ്പാതയുമായി ബന്ധപ്പെട്ട് ഇവിടെ
സർവീസ് റോഡിൻ്റെ കാന പണിയുന്ന പണികൾ ആരംഭിച്ചു. എന്നാൽ സമീപ വീടുകളിലേക്ക് പോകുന്ന വെള്ളം അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്ന വെള്ളത്തിനും ശാശ്വത പരിഹാരം കാണാണ്ടാണ് ഇവിടെ ഇപ്പോൾ നിർമ്മാണ പണി ആരംഭിച്ചത്. PSG എന്ന കമ്പനിയാണ് ഇവിടെ പാലപ്പണി ഏറ്റെടുത്തത്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവർക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഇവർക്കൊരു നഷ്ടപരിഹാരവും കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ ഒരുങ്ങിയാണ് ഇവിടുത്തെ ജനങ്ങൾ. കാരണം ഇവിടെ ഏകദേശം 3-4 വർഷത്തോളമായി സമാന രീതിയിലുള്ള ഈ ഒരു പ്രശ്നം ഇവർ നേരിടുന്നു.